ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് നമുക്ക് 1 കിലോ തൂക്കം വരുന്ന പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കൂടിയ അളവായിരുന്നു. അപ്പോൾ എല്ലാവർക്കും 1 kgയുടെ മെഷർമെൻറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 3 kgയുടെ 3 കേക്ക് കിട്ടും, അതുപോലെ 1/2 kgയുടെ 6 കേക്ക് കിട്ടുമെന്ന്. അത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത് 3 kg എന്ന് പറഞ്ഞാൽ നമുക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ഒരു അളവിലാണ് ഞാൻ പറഞ്ഞത്. അതായത് ബേക്കറിയിൽ നമ്മൾ 1/2 കിലോ തൂക്കം വരുന്ന കേക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 300 ഗ്രാമും, അതുപോലെ 1 kg കേക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 600-700 ഗ്രാം ആയിരിക്കും. അതിൽ കൂടുതൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 3 kg എന്ന് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും 1 കിലോ തൂക്കം വരുന്ന കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും കറക്റ്റ് 1 കിലോ തൂക്കം വരുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി വീണ്ടും ഇടുവാണ്. റെസിപ്പി സെയിം അത് തന്നെയാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു കേക്കിന് വെയിറ്റ് വരുന്നത്. 945 ഗ്രാമാണ് ഈ കേക്കിന് വെയിറ്റ് വരുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വെക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് മാർജറിൻ ഇട്ട് കൊടുക്കാം. മാർജറിന് പകരം നിങ്ങൾക്ക് ബട്ടറും ഉപയോഗിക്കാവുന്നതാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാർജറിൻ എന്താണ്, അല്ലെങ്കിൽ ഇതെവിടെയാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നൊക്കെ. മാർജറിൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ ബട്ടറാണ്. ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് ബേക്കിംഗ് ഷോപ്പിലും അതുപോലെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ബേക്കറിക്കാരൊക്കെ ഈ മാർജറിനാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീം കേക്കിന് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മാർജറിനാണ്. മാർജറിനും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് അവർ ബേക്കറിയിൽ ക്രീം ചെയ്യുന്നത്. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മാർജറിൻ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. മാർജറിൻ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് + 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പ്ലം കേക്കിന് മധുരം കുറച്ച് മതി. അതായത് നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ നമ്മൾ പഞ്ചസാരയിൽ വിളയിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് മധുരം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ പഞ്ചസാരയും മാർജറിനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മാർജറിനും കൂടി ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സമയം 1 മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ മുട്ട ചേർക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞതുപോലെ തോന്നും. അത് കുഴപ്പമില്ല. നമ്മൾ മൈദയൊക്കെ ചേർക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. 1 മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസുകൾ ചേർത്ത് കൊടുക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന എസൻസുകളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാ എസൻസും കൂടി 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പൈനാപ്പിൾ എസൻസ്, ഓറഞ്ച് എസൻസ്, റം എസൻസ്, വാനില എസൻസ്, റിച്ച് പ്ലമ്മിൻ്റെ എസൻസ്, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ കൂടെ തന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 1/2 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഗരം മസാലയും, ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാരമൽ കളർ ചേർത്ത് കൊടുക്കാം. കാരമൽ കളറും ബേക്കിംഗ് ഷോപ്പിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. 250 ഗ്രാമിന് 50 രൂപയാണ് വില വരുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരമൽ കളറിന് പകരം കാരമൽ ചെയ്ത് ചേർത്താൽ ശരിയാകുമോ എന്ന്. ശരിക്കും നമ്മുടെ പ്ലം കേക്കിന് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാരമൽ കളർ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരമൽ ചെയ്ത് ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കളർ കുറഞ്ഞൊന്നും വരും. അതുപോലെ തന്നെ ബാറ്റർ ലൂസായി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ കിട്ടുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യവും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എത്ര കാലം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റുമെന്ന്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുവാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കേട് കൂടാതെ ഇരിക്കും. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് നനവൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും മൈദയും ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നവർ ഈ ഒരു ടിന്നിറങ്ങാൻ പാകത്തിനുള്ള നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു പ്ലേറ്റോ അല്ലെങ്കിൽ തിരികെയോ വെച്ചിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം ബേക്കിംഗ് ടിൻ ഇറക്കി വെച്ച് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. അതുകൊണ്ട് നിങ്ങളൊരു 40 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. എന്തായാലും 40 മിനിറ്റിന് മുമ്പ് ഈ ഒരു പ്ലം കേക്ക് നമുക്ക് കുക്കായിട്ട് കിട്ടത്തില്ല. ഇനി ഓവനിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 50-55 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പ്ലം കേക്കിന് ലോ ടെമ്പറേച്ചറാണ് വേണ്ടത്. ഇനി നമുക്കിതിന് മുകളിൽ നട്ട്സ് വെച്ച് കൊടുക്കാം. നട്ട്സോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്നട്ട് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓവനിൽ ബേക്ക് ചെയ്യുന്നവർ മിഡിൽ റാക്കിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ ബേക്ക് ചെയ്യുന്ന മോഡ് റൊട്ടേസറി മോഡിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും അപ്പ് ആൻഡ് ഡൗൺ കോയിലാണ് ബേക്കിംഗ് മോഡ്. പക്ഷേ ഓവൻ വാങ്ങിയ സമയത്ത് ടെക്നീഷ്യൻ വീട്ടിൽ വന്ന് കാണിച്ചു തന്നത് ഈ ഒരു മോഡിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാനാണ്. ഞാൻ അതിൽ തന്നെയാണ് ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ളത്. എനിക്ക് കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ബേക്കിംഗ് പൗഡർ നല്ല ഫ്രഷ് ആയിട്ടുള്ള, അതായത് എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയാത്തത് നോക്കി വേണം എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ കേക്കിന് കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പ്ലം കേക്ക് കൂടുതൽ ദിവസം ഇരിക്കും തോറുമാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. നിങ്ങളൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിന് മുകളിൽ റമ്മോ അല്ലെങ്കിൽ വൈനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, എങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാനും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.